അതായത് യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരികയാണെങ്കിൽ അത് ബ്രേക്കിംഗ് അലാം ഉൾപ്പെടെയുള്ള ധാരാളം സംവിധാനങ്ങൾ ഇപ്പോൾ റെയിൽവേ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് അത്തരം പ്രശ്നങ്ങളല്ല. കേരളത്തിൽ ഇപ്പം അനുഭവിക്കുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന അതിക്രമങ്ങളാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. അപ്പം നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒന്ന് നമ്മുടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു ട്രെയിനിൽ. അതുപോലെ പെരുമ്പാവൂരിലും ആലുവയിലും 2 സംഭവങ്ങളുണ്ടായി. ഈ സമയത്തെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാജ ലിസ്റ്റുകളാണുള്ളത്. ഒരേ പേരിൽ 2-3 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, ഇതൊന്നും വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. അതുകൊണ്ട് വലിയ വലിയ ക്രിമിനൽ ആക്ടിവിറ്റികൾ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ വന്ന് സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള വിശദമായ പട്ടിക തയ്യാറാക്കണം. അവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം. അവർക്ക് സർക്കാർ നേരിട്ട് ഐഡന്റിറ്റി കാർഡ് കൊടുക്കാൻ തയ്യാറാണ്. സർക്കാരിൻ്റെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത ഒരാളെയും കേരളത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതാണ് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത്. അപ്പം ഈ ഏറ്റവും ഒടുവിലത്തെ ഈ തൃശ്ശൂർ സംഭവം അത്തരം വിഷയങ്ങളിലേക്കാണ് വിളിച്ചുകൊണ്ടുന്നത്. അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. മറ്റൊന്ന്, ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള RPF-ൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും സംയുക്തമായൊരു സംരംഭം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ സാധാരണ ലോക്കൽ പോലീസിൻ്റെ സഹായമാണ് തേടുക. അപ്പോൾ ലോക്കൽ പോലീസിൻ്റെ സഹായം ഉണ്ടാകണമെങ്കിൽ RPF-മായി സഹകരിച്ചുള്ള ഒരു ഇന്റേണൽ അറേഞ്ച്മെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കാൻ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം.